ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് ഒരുപക്ഷെ വയനാട്ടുകാർ മാത്രമല്ല, വയനാടിന് പുറത്തുള്ള ലോകത്ത് തന്നെ ചർച്ചയായ വലിയ ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാ സഹായവും കൊടുത്ത് ഇന്ന് അവർ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വേറെ വീടുകളിൽ കഴിയുന്നവരാണ്. ആ വീടുകളിൽ കഴിയുന്നവർക്ക് സ്വന്തമായി ഭൂമിയും വീടും നഷ്ടപ്പെട്ട ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. ആളുകൾ മരിച്ചതിന് പുറത്ത് ആ കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു വരുന്നു. അതിൽ 105 വീട് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുമെന്ന് അന്നേ ദിവസം തന്നെ ഞങ്ങളുടെയൊക്കെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സൗകര്യപ്രദമായ ഭൂമി വിലക്ക് വാങ്ങുകയും ആ ഭൂമിയിൽ നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം വാസയോഗ്യമായ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ പണി ഏതാണ്ട് പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രമേ ഇനി ആവശ്യമുള്ളൂ. എങ്കിലും ഫെബ്രുവരി 28-ന് അതിൻ്റെ 1-ാം ഘട്ടം എന്ന നിലക്ക് 50 വീടുകൾ കൊടുക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ദ്രുതഗതിയിൽ വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ നിർമ്മാണം ഇന്ന് നേരിട്ട് സന്ദർശിക്കുന്നതിനും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും ആയിട്ട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PM സലാം അടക്കം സംസ്ഥാന വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് അടക്കം ഇവിടെ ഇന്ന് സന്ദർശനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാൽ സാഹിബും അടക്കമുള്ള നേതാക്കൾ വന്ന് കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമാണ് ഈ ഫെബ്രുവരി 28-ന് തന്നെ വീടിൻ്റെ താക്കോൽദാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി അടുത്ത് തന്നെ 2-ാം ഘട്ടവും കൂടി കൊടുത്ത് ഈ മനോഹരമായ സ്ഥലത്ത് ഒരു നല്ല വീട്ടിൽ താമസിക്കാൻ ഈ പാവങ്ങൾക്ക് സൗകര്യമുണ്ടാക്കി കൊടുക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇച്ഛാശക്തിയുടെ ഒരു വിജയമാണ് ഇവിടെ കാണാൻ പോകുന്നത്. നമ്മളെന്തായാലും അടുത്ത മാസം അത് കൊടുക്കുമ്പോൾ വലിയൊരു സ്വപ്ന സാഫല്യം, ലീഗ് പ്രഖ്യാപിച്ച ആ സ്വപ്ന സാഫല്യം ദുരന്തബാധിതരുടെ കൈകളിലെത്തല്ലേ. പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുന്ന ഒരു സംഘടനാ സംവിധാനമാണ് മുസ്ലിം ലീഗിൻ്റെത്. അതിൻ്റെ പരിണിത ഫലം ഇന്ന് അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.